ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ സെക്കൻഡ് കണ്ടിട്ട് വരുന്ന വഴിയാണ്, ഇന്ത്യൻ 2 കണ്ടിട്ട് വരുന്ന വഴിയാണ്. പടം വലിയ എന്താ പറയുക, ഫ്ലോപ്പ് കാര്യങ്ങളൊന്നുമല്ല. പടം കുഴപ്പമില്ല, ആവറേജ് ഉണ്ട്, നല്ല പടമാണ്. പക്ഷേ നമ്മൾ ഇന്ത്യൻ 2 കണ്ടപ്പോൾ എന്താ പറയുക, ഇന്ത്യൻ ഫസ്റ്റ് കാണേണ്ട ഒരു എക്സ്പെക്റ്റേഷനിലൊന്നും പോകരുത് പടം കാണാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പടമൊന്നുമില്ല. കാരണം ശങ്കറിൻ്റെ മൂവിയാണ്, പിന്നെ ഉലകനായകനാണ്, പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് പാർട്ടിൽ AR റഹ്മാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊന്നും എന്തായാലും സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ ഇല്ല. പിന്നെ ഒരുപാട് പൈസ മുടക്കിയെടുത്ത ഒരു പടമായതുകൊണ്ട് നമ്മളത് തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഫസ്റ്റ് പാർട്ടിൽ AR റഹ്മാൻ്റെ കുറേ മെലഡി സോങ്സ് കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളിൽ ഒരു പാട്ട് എന്തായാലും അതായിരിക്കും. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്കങ്ങനെ ഓർത്ത് വയ്ക്കാനുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഇല്ല. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഇപ്പോൾ അനിരുദ്ധാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അനിരുദ്ധ ആയാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിയോ, ജയിലർ, അതിലേക്ക് മ്യൂസിക്കും കാര്യങ്ങളും നമുക്കറിയാം, ഭയങ്കര നമ്മൾ ഏറ്റെടുത്തൊരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ആ ഒരു ലെവലിലേക്കൊന്നും പോയിട്ടില്ല. എന്നിരുന്നാലും പടം കുഴപ്പമില്ല. നോർമലി നമുക്ക് ഈ പടങ്ങളൊന്നും എന്താ പറയുക, പഴയ കാര്യങ്ങൾ, പഴയ പടങ്ങൾ, 20 വർഷത്തെ മുമ്പത്തെ എന്താ പറയുക, ഇന്ത്യൻ കാണാൻ പോയ ഒരു ഫീല്, അല്ലെങ്കിൽ ഇന്ത്യൻ മൂവിയെക്കുറിച്ചുള്ള ഫീൽ, അതൊന്നും വേണ്ട. സാധാരണ ഒരു മൂവി കാണാൻ പോകുന്ന രീതിയിൽ തന്നെ പോയാൽ മതി. പിന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിരം മൂവി കാണാൻ പോയത്, ശങ്കറിൻ്റെ എന്തിരം മൂവി കാണാൻ പോയപ്പോൾ നമുക്കുണ്ടായ ഒരു ഫീലും, പിന്നെ എന്തിരൻ സെക്കൻഡ് പാർട്ട് 2.0 കാണാൻ പോയപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫീലും. കാരണം നമ്മൾ എന്തിനും കണ്ടിട്ട് നമ്മൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര താല്പര്യത്തോടെ എക്സ്പെക്റ്റേഷനോടുകൂടി പോയിട്ട് നമ്മൾ ആ വിചാരിച്ച കാര്യങ്ങളൊന്നും 2.0 ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ തന്നെ ഇതിലും. പക്ഷേ നോർമലി നമുക്കൊരു മൂവി കാണാൻ പോകുന്ന രീതിയിൽ പോകാം. പിന്നെ ഇവിടെയുള്ളവർ മിക്കവരും ചോദിച്ചിരുന്നു, പടത്തിന് പോയ പൈസ പോകും. അങ്ങനെയൊന്നുമില്ല. ശങ്കറിൻ്റെ പടമാണ്, അതുകൊണ്ട് ഒരു ആവറേജ് എപ്പോഴും ഉണ്ടാവും. അത് ആ ഒരു രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പടത്തിന് പോകാവുന്നേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ, ഇന്ത്യൻ മൂവീസിൽ ഇന്ത്യൻ ഫസ്റ്റിൽ അവരുടെ കമൽഹാസൻ്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ആ ഒരു മേക്കപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് പാർട്ടിലെ മേക്കപ്പ് ഓവറാണോ, കൂടിപ്പോയോ, എന്താ ഒരു ഇതെന്ന് അറിയില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല. നോർമലി ഒരു മൂവി വെച്ച് നോക്കുമ്പോൾ അടിപൊളി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കമൽഹാസൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു നമ്മളോട്. ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ തേർഡ് പാർട്ടിലെ കഥ കേട്ടിട്ടാണ് ഞാൻ സെക്കൻഡ് പാർട്ടിൽ അഭിനയിക്കാൻ വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏകദേശം കാര്യം സത്യമാണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് അത്ര വലിയ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ പടം കഴിഞ്ഞ് കഴിയുമ്പോൾ തേർഡ് പാർട്ടിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ പടം കഴിഞ്ഞ് 3 മണിക്കൂറുണ്ട് പടം. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ പെട്ടെന്ന് തീർന്ന് കിട്ടിയെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പോകാമെന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക, ആ തേർഡ് പാർട്ട് ഒന്ന് കണ്ടിട്ട് പോവാം. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പടത്തെക്കുറിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു എക്സ്പീരിയൻസിൽ പോകരുത് സെക്കൻഡ് കാണാൻ. നോർമൽ പടം കാണാൻ പോകുന്ന രീതിയിൽ തന്നെ പോയാൽ മതി. പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുഴപ്പമില്ല. ഒരു നോർമൽ മൂവി ഉണ്ട്. പിന്നെ പൈസ പോകുമെന്ന് ചോദിച്ചവരോട് പൈസ ഒന്നും പോകത്തില്ല. പടം അതിനുള്ള പടമൊക്കെ ഉണ്ട്. കാരണം ശങ്കർ എന്തായാലും ഒരു അത്ര ക്വാളിറ്റി കുറച്ചൊന്നും പടം എടുക്കാത്തൊരാളുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. പിന്നെ ഇത്രയും കോടികൾ മുടക്കിയ ഒരു പടമാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആ പടത്തിനുണ്ട്. പിന്നെ ആളുടെ മേക്കപ്പ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടക്കുറവൊക്കെ വന്നേക്കാം. ഇന്ന് ഇന്ത്യൻ മൂവി കണ്ട എൻ്റെ എക്സ്പീരിയൻസ് ആണിത്. എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും മൂവി കാണാൻ പോകണം. തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. കണ്ടിട്ട് മൂവിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം ഇൻബോക്സ് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക.